ഇത് ഗാഗ് ഫ്രൂട്ടാണ്. കഴിഞ്ഞ വർഷം ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇത് പച്ചക്കറി കൃഷി ഏരിയയാണ്. ഇത്ര ഏരിയ മെയിനായിട്ട് കത്തിരിയാണ്. ചുണ്ട മരത്തിൽ ബഡ് ചെയ്തതാണ്. മാങ്കോസ്റ്റ് കിലോ 300 രൂപ വെച്ചാണ് ഇവിടുത്തെ കൊടുത്തതെല്ലാം. കഴിഞ്ഞ വർഷം 34 കിലോ കൊടുത്തു. ഇത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതും ലാഭകരവുമാണ് ഈ കൃഷി. ഇത് മൂട്ടിപ്പഴത്തിൻ്റെ മരമാണ്. ഇത് തായ്തടിയിൽ മാത്രമേ ഇതിൻ്റെ കായകൾ പിടിക്കുകയുള്ളൂ. ഇലയിൽ ചെറു ശിഖരങ്ങളിൽ പിടിക്കില്ല. ഈ മീൻകുളം 5 കൊല്ലത്തോളമായി നിർമ്മിച്ചിട്ട് തിലോപ്പിയ കൃഷി ചെയ്യാണ്. ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുകയാണ്. ഈ കുളം തന്നെ 2 കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിരിക്കുക. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന കോഴിയാണ്. ഇത് റെഡ് ലേഡി ഇനത്തിൽപ്പെട്ട പപ്പായയാണ്. നല്ല രീതിയിൽ വിളവ് കിട്ടുന്നതും ലാഭകരവുമാണ് ഈ കൃഷി. ഇതിപ്പം 1 വർഷം ആവില്ല, പക്ഷെ നന്നായിട്ട് കായ്ക്കുന്നുണ്ടല്ലേ? നന്നായിട്ട് കായ്ക്കും. ഇതിന് വിളവെടുക്കുന്ന സാർ വിപണനം ചെയ്യുന്നുണ്ട്? അത് വിപണനം ചെയ്യുന്നുണ്ട്. ഓക്കെ, എവിടെയാണ് മെയിനായിട്ട് കൊടുക്കുന്നത്? ചാത്തന്നൂരും കല്ലുവാതുക്കലും വിപണികളുണ്ട്, സ്വാശ്രയ വിപണികളുണ്ട്, അവിടെയാണ് കൊടുക്കുന്നത്. ഇപ്പം കിലോയ്ക്ക് എന്ത് വില? ഇപ്പം 60 മുതൽ 70 രൂപ വരെ ഉണ്ട്. ഓക്കെ ഓക്കെ. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നെങ്കിലല്ലേ അവരെടുക്കുള്ളൂ? അല്ല, വിപണിയിലാകുമ്പം പബ്ലിക് ഓപ്ഷൻ ആണല്ലോ. ഓക്കെ, ഉള്ളപ്പോൾ കൊണ്ട് കൊടുത്താൽ മതി. അത് ഫിക്സഡ് ഡേറ്റിൽ മാത്രമേ ഉള്ളൂ. ചാത്തന്നൂരിൽ തിങ്കളും വ്യാഴവും, കല്ലുവാതുക്കൽ വെള്ളിയും. ഓക്കെ ഓക്കെ. അങ്ങനെ ആ 3 ദിവസങ്ങളിലേ കൊണ്ടുപോകും. ഓക്കെ ഓക്കെ. ഇത് WS46 എന്ന് പറയുന്ന ഒരു വെറൈറ്റി പപ്പായയാണ്. സീസണിൽ ഇതെന്നും പിടിക്കും. വെള്ളവും വളവും ഉണ്ടെങ്കിൽ എന്നും ഉണ്ടാവും. ഇത് മൂട്ടിപ്പഴത്തിൻ്റെ മരമാണ്. ഇത് തായ്തടിയിൽ മാത്രമേ ഇതിൻ്റെ കായകൾ പിടിക്കുകയുള്ളൂ. ഇലയിൽ ചെറു ശിഖരങ്ങളിൽ പിടിക്കില്ല. ധാരാളം ഫ്രൂട്ട്സ് ഉണ്ടാവും പിടിക്കുമ്പോൾ. നല്ല ആയുർവേദ ഗുണമുള്ള ഒരു ഫ്രൂട്ടാണ്. ഇതിപ്പോൾ 2 കൊല്ലം പൂത്തു തുടങ്ങി, പക്ഷേ കായ ആയില്ല. ഇപ്പോൾ സീസണാണോ? ഇപ്പോൾ സീസണാണ്, പിടിക്കുന്ന സീസണാണ്. ഇത് ജാമ്പ. ഇപ്പം നമ്മൾ ഈ പുതുതലമുറ കൃഷിയിലോട്ട് വരാത്തതിൻ്റെ ഒരു കാര്യം, കൃഷി നഷ്ടമാണെന്നാണല്ലോ പറയുന്നത്. കൃഷി നഷ്ടമെന്ന് ഞാൻ ഒരിക്കലും അഭിപ്രായപ്പെടില്ല. കൃഷി ചെയ്യുന്ന രീതിയും അത് തിരഞ്ഞെടുക്കുന്ന കൃഷിയുടെയും അനുസരിച്ചിരിക്കും ലാഭവും നഷ്ടം. നഷ്ടം എന്ന് പറയാൻ എനിക്കൊരിക്കലും പറ്റില്ല. പക്ഷേ സ്വയം അധ്വാനിച്ചാൽ നഷ്ടം വരത്തില്ല. ഓക്കെ. നമ്മൾ ഈ ലേബർ ചാർജും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ലേബർ ചാർജ് വരുമ്പോൾ ലേബർ ചാർജിനെ മാനേജ് ചെയ്യുന്നതിലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് നഷ്ടം ഉണ്ടാകുന്നത്. ഓക്കെ. ഇപ്പോൾ ഒരു തുടക്കക്കാരനായ കൃഷിക്കാരന് ഏത് കൃഷി ചെയ്തായിരിക്കണം വരേണ്ടത്? ഏതിലും സ്റ്റാർട്ട് ചെയ്യാം, പക്ഷേ എന്നിട്ട് മറ്റ് കൃഷികളെ കണ്ട് മനസ്സിലാക്കൽ പ്രയോജനകരമായിട്ടുള്ള കൃഷി ചെയ്താൽ ലാഭകരം തന്നെയാണ്. സാർ സജസ്റ്റ് ചെയ്യുന്നത് സംയോജിത കൃഷിയാണോ? സംയോജിത കൃഷിയാണ്. ഓക്കെ ഓക്കെ. കാരണം നമ്മളുടെ ഇവിടുത്തെ മണ്ണിൻ്റെ ഘടനയും കാരണം വിപണന രീതികളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ കൃഷി ചെയ്താൽ പരാജയപ്പെട്ടു പോകും. സംയോജിത കൃഷിയായാൽ ഏതെങ്കിലും ഒരു കൃഷിയിൽ കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൊണ്ടോ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ കൊണ്ടോ പരാജയം വന്നാലും മറ്റൊന്നിൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ എനിക്ക് പരാജയം കൂടുതൽ വരുന്നത് ഈ പറയുന്ന സിംഗിൾ കൃഷി ചെയ്തിട്ട് ആണ് കൂടുതലും പരാജയം വരുന്നത്. ഓക്കെ. ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഒരു ഹെൽപ്പ് എങ്ങനെയാണ് ഇതിനകത്ത്? ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലം ആയിട്ട് വലിയ പ്രയോജനങ്ങളൊന്നുമില്ല. അതിന് മുമ്പൊക്കെ ഒരു നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന സബ്സിഡികളും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കൊണ്ടിരുന്ന. ഇപ്പം ആ രീതിയിലൊന്നുമുള്ള കിട്ടുന്നില്ല. ഓക്കെ. സബ്സിഡി പുറകെ നടക്കാൻ നമ്മൾ തന്നെ വരുമാനം കണ്ടെത്തി പോകണം. നമ്മൾ വരുമാനം സബ്സിഡിയെ ഡിപ്പെൻഡ് ചെയ്ത് പോകരുത്. ഇപ്പം തന്നെ ഇവിടെ മീൻ കൃഷി ചെയ്യുന്നുണ്ട്, അവർ സബ്സിഡി തരുമെന്നൊക്കെ പറയുന്നുണ്ട്. 3 കൊല്ലത്തിന് മുമ്പ് കുറച്ച് സബ്സിഡി കിട്ടിയിരുന്നു. ഇനി ഇതുവരെ കിട്ടിയിട്ടില്ല. അവരെല്ലാ വർഷവും നമ്മളുടെ ചിലവിൻ്റെ ബില്ല് ആവശ്യപ്പെടുന്നുണ്ട്, ബില്ല് കൊടുക്കുന്നുണ്ട്. നമുക്ക് സബ്സിഡി കിട്ടാറില്ല. ഓക്കെ. മീൻ കൃഷി ഏതാ ചെയ്യുന്നത്? മീൻ കൃഷി ഇവിടെ തിലോപ്പിയുണ്ട്. ഇതിനകത്ത് തിലോപ്പിയാണ്. അതിനകത്ത് ആറ്റുവാളയുണ്ട്, ബ്രാലിട്ടിട്ടുണ്ട്. ഇപ്പം ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. ഈ മീൻകുളം ഏതാണ്ട് 4 വർഷത്തിൽ കൂടുതൽ 5 കൊല്ലത്തോളമായി നിർമ്മിച്ചിട്ട് ഇതിൽ ഞാൻ തിലോപ്പിയ കൃഷി ചെയ്യുകയാണ്. ഇതിൻ്റെ കുളത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏതാണ്ട് 14 മീറ്റർ ബൈ 6 മീറ്റർ ബൈ 1.25 മീറ്ററാണ്. ഇത് പടുതാ കുളമാണ്. ഓരോ കൃഷി കഴിയുമ്പോഴും എന്തൊക്കെയാണ് അതിൻ്റെ ഒരു തയ്യാറെടുപ്പ്? ഇതിൻ്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ ഇതിൽ സാധാരണ കൃഷി അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം, ഒരു 15 ദിവസത്തിലൊരിക്കൽ വെള്ളം മാറ്റിക്കൊണ്ടിരിക്കും. ഇതിൽ തന്നെ കുഞ്ഞുങ്ങൾ മുട്ടയിട്ട് വിരിയുകയാണ്. പുതുതായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇടുന്നില്ല.
അതുകൊണ്ട് എന്നും മീനുണ്ട് ഇതിനകത്ത്. ആള് വാങ്ങാൻ വീട്ടിൽ വരാറുണ്ടോ? വീട്ടിൽ വന്ന് വാങ്ങി പോവുകയാണ് ആൾക്കാർ. കിലോ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? കിലോ 280 ഇപ്പോൾ. 12 മീറ്റർ ബൈ 3.5 മീറ്റർ ബൈ 80 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഒരു ടാങ്കാണ്. സിമെൻറ്റ് ടാങ്കാണ്. ഇതിനകത്ത് ആറ്റുവാളയാണ്. ബ്രാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുകയാണ്. ഈ കുളം തന്നെ 2 കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിരിക്കുക. ഇത് 3.5 മീറ്റർ ബൈ 2 മീറ്റർ ബൈ 80 സെൻറ്റിമീറ്റർ. ഇത് ഗാഗ് ഫ്രൂട്ടാണ്. ഇതിൻ്റെ ഒറിജിൻ വിയറ്റ്നാമാണ്. ഇത് അറിയപ്പെടുന്നത് സ്വർഗത്തിലെ കനി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒരു കൊല്ലം ആയതേ ഉള്ളൂ. ഓക്കെ. ഒരു കൊല്ലം ആയില്ല. ആ നിൽക്കുന്ന മരം 3 വർഷമായതാണ്. ഇത് സീസണാണോ? ഇപ്പം സീസണാണ്. സീസണിൽ നമുക്ക് എത്ര രൂപയുടെ വിറ്റുവരവ് ഇതിനകത്തുനിന്ന് കിട്ടും? കഴിഞ്ഞ വർഷം ഞാൻ 2 ലക്ഷം രൂപയ്ക്ക് വിറ്റു. ഇതിൻ്റെ പ്രധാന വിപണി എവിടെയാണ്? ഞാൻ ലുലു മാർക്കറ്റിലാണ് കൊടുക്കുന്നത്. തിരുവനന്തപുരത്തോ? തിരുവനന്തപുരം. അത് ഡെയിലി അവർ വന്നെടുക്കുക കൊണ്ടുപോകും? ഇല്ല, കൊണ്ട് കൊടുക്കുക. സാർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് പോകുമ്പോൾ കൊടുക്കുന്നതാണോ അതോ? അങ്ങനെ പോകുമ്പോഴും കൊടുക്കും, അല്ലാതെ തന്നെയും കൊണ്ട് കൊടുക്കും. ഓക്കെ. നമ്മൾ സ്ഥിരമായിട്ട് സപ്ലൈ ചെയ്യണ്ടേ? ആവശ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി? നമ്മളെ ഉള്ളപ്പോഴേ കൊടുക്കൂ. ഓക്കെ ഓക്കെ. അത് വിളിച്ച് ചോദിച്ചിട്ട് കൊണ്ടുപോകും. ഓ ശരി. ചില സമയത്ത് അവർ കൊട്ടിയത്തെടുക്കും. കൊട്ടിയത്ത് അവരും കളക്ട് ചെയ്തോളും. ഓ ശരി ശരി. അവർ എല്ലാ സാധനങ്ങളും അങ്ങനെ എടുക്കുമോ? അതിനെപ്പറ്റി അറിയത്തില്ല. ഫ്രൂട്ട്സ് നമ്മൾ ഇതിനെ മാത്രമേ അവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളൂ. ഇത് മാത്രമല്ല, വേറെയും എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. ഗാഗ്, മുള്ളാത്ത, ശീമച്ചക്ക, സ്റ്റാർ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ട് എൻ്റെ ഇത്. ഗാഗ് നല്ലൊരു മരത്തിൽ നിന്ന് ഒരു വർഷം ഇതേപോലെ ഒരു മരത്തിൽ നിന്ന് 100 കിലോ എടുക്കാൻ പറ്റുമല്ലേ? ആവശ്യക്കാരുണ്ടല്ലേ ഇതിന്? ആവശ്യക്കാർ ട്രിവാൻഡ്രത്ത് മാത്രമേ ചിലവുള്ളൂ. അല്ലെങ്കിൽ എറണാകുളത്ത് പോകണം, അല്ലെങ്കിൽ കോഴിക്കോട്ട് കൊണ്ടുപോകണം. ഈ 3 സ്ഥലത്തേ ഇതിൻ്റെ വിപണനം നടക്കുന്നുള്ളൂ. ട്രിവാൻഡ്രത്ത് കുന്നിൽ സ്റ്റോറിലുണ്ട്. കുന്നിൽ സ്റ്റോറിൽ ഞാൻ കുറച്ച് ഒരിക്കൽ കൊടുത്തിരുന്നു. പിന്നെ പോത്തീസിലുണ്ട്. പോത്തീസിൽ അടുത്ത കാലത്താണ് വന്നത്. എനിക്ക് ഷുഗർ രോഗി നല്ലതാണോ? ഷുഗറെന്ന് മാത്രമല്ല, എല്ലാ അസുഖക്കാർക്കും ഇത്രയും വൈറ്റമിനും ഫൈബറും മിനറൽസും റിച്ച് ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സ് കയറിയില്ല. ഡൈജഷൻ പ്രോപ്പറാക്കും, മോഷൻ കറക്റ്റ് ചെയ്യും, ഷുഗറിന് നല്ലതാണ്. ഇത് പച്ചക്കറി കൃഷി ഏരിയയാണ്. ഇത്ര ഏരിയ മെയിനായിട്ട് വെണ്ട, വഴുതന, പാവൽ, പടവലം, കോവൽ, ഇത്ര ഐറ്റങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പുറത്ത് കൊടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് അല്ല, അതിലധികം കിട്ടും. ഓക്കെ. പാവയ്ക്കൊക്കെ ഒരു ദിവസം 3 മുതൽ 4 കിലോ കിട്ടും. അത്രയൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പം വിളവെടുപ്പ് തീരാറായി. ഇത് കത്തിരിയാണ്. ചുണ്ട മരത്തിൽ ബഡ് ചെയ്തതാണ്. എൻ്റെ തായ് വൃക്ഷം എന്ന് പറഞ്ഞാൽ ചുണ്ടയാണ്. ചുണ്ടമരത്തിൻ്റെ തൈകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വഴുതനയും കത്തിരിയും അതിൽ ബഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ബഡ് ചെയ്ത തൈയാണ്. പിന്നെ അവിടെയും നിൽപ്പുണ്ട് ബഡ് ചെയ്ത. ചുണ്ടിൽ നടന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയാണ്. കാരണം വാട്ടരോഗം ഉണ്ടാവില്ല. ഓക്കെ. അല്ലെങ്കിൽ വഴുതന നല്ലൊരു ശതമാനവും, വഴുതന, കത്തിരി, തക്കാളി, പച്ചമുളക്, ഇതെല്ലാം ഇതിൽ ബഡ് ചെയ്യാം. ഓ ശരി. സമയം എടുക്കും അങ്ങനെ ബഡ് ചെയ്ത് വരുമ്പോൾ? നമുക്ക് ഇത് ബഡ് ചെയ്യുന്നതിൻ്റെ ഒരു 10-20 ദിവസത്തെ ബുദ്ധിമുട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വളർച്ചയൊക്കെ നല്ലതാണ്. ഇത് മാങ്കോസ്റ്റീൻ ഏതാണ്ട് 8-9 കൊല്ലം പഴക്കമുള്ളതാണ്. പ്രായമായതാണ്. നട്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ കായ്ച്ചു തുടങ്ങി. ഇപ്പോൾ ഒരു വർഷം ഏതാണ്ട് 30-35 കിലോ 40 കിലോളം ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്. ഈ വർഷം പൊതുവെ കുറവാണ്. നിലവിൽ ലാഭമാണല്ലേ? ലാഭമാണ്. ഓക്കെ. എത്ര രൂപ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ കിലോ? 300 രൂപയ്ക്കാണ് കൊടുത്തതെല്ലാം. ഓക്കെ. കഴിഞ്ഞ വർഷം 34 കിലോ കൊടുത്തു. പിന്നെ നമ്മുടെ ഉപയോഗം നല്ല ലാഭമുള്ള കൃഷിയാണ്. പക്ഷേ അതിന് വളവും വെള്ളവും ധാരാളം വേണ്ടി വരും. വെള്ളമാണ് ഏറ്റവും പ്രധാന ഘടകം. ഇവിടെ അടുത്തുള്ള കടയിൽ കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞ് ചാത്തന്നൂർ വിപണിയിൽ, കല്ലുവാക്കൽ വിപണിയിൽ തന്നെ 300 രൂപ കിട്ടുമായിരുന്നു. എത്ര മരമുണ്ട് സാറിന് മൊത്തം എനിക്ക് 10 മരമുണ്ട്. ഈ 10 മരത്തിൽ നിന്നാണ് നമുക്ക് ഇത്രയും വരുമാനം? അല്ല, ഈ ഒറ്റ മരത്തില്ല വരുമാനം. അത് മറ്റൊന്നും കായ്ച്ചിട്ടില്ല, തൈകളാണ്. ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് കൃഷി ചെയ്യുവാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊരു എൻ്റെ കണക്കൂട്ടൽ ശരിയാണെന്നൊരു ശരിക്ക് നല്ല വിളവ് കിട്ടുന്ന രീതിയിൽ അവരാണെങ്കിൽ ഒരു 10-12 കൊല്ലം കഴിയുമ്പോൾ, ഇപ്പോൾ ഏതാണ്ട് 9 കൊല്ലമായി, ഒരു 10-12 വർഷം ആകുമ്പോൾ ഏതിലേ പോയാലും ഒരു 50 കിലോ മിനിമം ഒരു വർഷം ഇതിൽ നിന്ന് ആദായം കിട്ടും. ഓരോ വർഷം കഴിയുന്നതോറും ഒരു 5 കിലോയെങ്കിലും വിളവ് കൂടിക്കൊണ്ടിരിക്കും. ഇതാകുമ്പം മറ്റ് പക്ഷികളുടെ ശല്യമില്ല. വവ്വാല്, അണ്ണൻ, അങ്ങനെയുള്ള ഒരു പക്ഷികളുടെയും ശല്യം ഉണ്ടാവില്ല. പഴുത്ത് കഴിഞ്ഞാൽ പറിക്കേണ്ട ആവശ്യമില്ല, നേരെ താഴെ വരും, അടർന്നു വീഴും. ഓക്കെ. പഴുത്താൽ ഉടനെ അടർന്നു വീഴും.
എന്ന് ചോദിച്ചാൽ അതിന് ഒരു കേടും സംഭവിക്കില്ല. കായ്ച്ചു തുടങ്ങാൻ എത്ര കൊല്ലം എടുക്കും? എൻ്റെ ഇത് വാങ്ങിച്ചപ്പോൾ അല്പം വലിയ തൈയായിരുന്നു. വാങ്ങിച്ചുകൊണ്ട് കേട്ട് 4-ാം വർഷം ആദ്യമായിട്ട് കായ്ച്ച്. അന്നൊരു 1 കിലോയ്ക്കകത്തുള്ള കായേ ഉള്ളായിരുന്നു. വെള്ളം എല്ലാ ദിവസവും ഒഴിക്കും? എല്ലാ ദിവസവും ഒഴിച്ചില്ലെങ്കിലും 1-2 തവണയെങ്കിലും ഒഴിക്കും. വലിയ മരമായാലും വെള്ളം അത്യാവശ്യം? വെള്ളം വലിയ മരമാകുമ്പോൾ വെള്ളം കൂടുതൽ വേണം. ഓക്കെ. ഇത് അഭിയോ 2 വർഷം കഴിഞ്ഞ മരമാണ്. ഈ കഴിഞ്ഞ സീസണിൽ ആണ് ആദ്യമായിട്ട് പിടിച്ചത്. ഏതാണ്ട് ഒരു 10 കിലോ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത ഒക്ടോബറിലാണ് ഇതിൻ്റെ സീസൺ. ഇപ്പോൾ കിട്ടിയതിൻ്റെ ഡബിളെങ്കിലും പ്രതീക്ഷിക്കുന്നു അടുത്ത വിളവ്. കഴിഞ്ഞ എത്ര രൂപ വെച്ച് കിട്ടി? 200 രൂപ വെച്ച് നമ്മൾ കൊടുത്തു വിപണിയിൽ. മാർക്കറ്റിൽ 400 രൂപ വരെ വില ഉണ്ട് വാങ്ങാൻ ചെന്നാൽ. ഇതിപ്പോൾ എനിക്ക് 18 മരമുണ്ട്. 18 കായ്ച്ചു തുടങ്ങി? ഇല്ലില്ല, 1 കായ്ച്ചുള്ളൂ. ബാക്കിയുള്ളത് ചിലതൊക്കെ ഈ വർഷം കായ്ക്കും. ഇതിനും വളവും വെള്ളവും വളരെ അത്യാവശ്യമാണോ? മാങ്കോസ്റ്റിൻ്റെ അത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അത്ര വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാലും 1-2 നനയ്ക്കണം എന്നുള്ളതല്ല. മാക്സിമം വന്നാൽ ഒരു 8 ലിറ്റർ വെള്ളം മതി. ഓക്കെ. മറ്റേനാണെങ്കിൽ ഇപ്പോൾ വലിയ മരത്തിന് ഒരു 50 ലിറ്റർ വെള്ളമെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണം. ഓ ശരി. ഒരു ദിവസം. ഒരു ദിവസം. ഓക്കെ ഓക്കെ. അതാണ് വ്യത്യാസം. ഇതിന് വെള്ളം കുറച്ച് മതി. അപ്പോൾ വെള്ളത്തിൻ്റെ ലഭ്യതയും കൂടെ നോക്കിയിട്ട് വേണം ആൾക്കാർ ഇതിലോട്ട് ഇറങ്ങാൻ. വെള്ളമില്ലാതെ കൃഷി ചെയ്യാൻ പറ്റില്ല. വെള്ളം ഉണ്ടെങ്കിലേ കൃഷി ചെയ്യാൻ പറ്റൂ. ഇത് നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി മാത്രം വളർത്തുന്ന കോഴിയാണ്. ഇപ്പോൾ ഏതാണ്ട് 8 മാസത്തിൽ കൂടുതലായി പ്രായം. നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മുട്ട ലഭിക്കും. എത്ര എണ്ണം ഉണ്ട്? ഇപ്പോൾ 4 ഉള്ളു. BB 380 ആണോ? അല്ല, 380 അല്ല. ഓക്കെ. തുറന്നു വിട്ട് വളർത്തില്ലല്ലോ? ഉച്ചയ്ക്ക് ശേഷം തുറന്നു വിടും. ഇത് പട്ടിശല്യമുണ്ട്. പട്ടിശല്യം ഉണ്ടോ? ഈ വേസ്റ്റ് കൊടുക്കാറുണ്ടോ? വേസ്റ്റ് കൊടുക്കാറില്ല. അതിന് ഫീഡല്ലേ കൊടുക്കുന്നത്? അല്ല, ഫീഡാണ് കൊടുക്കുന്നത്. ഫീഡ് കൊടുത്ത് വളർത്തുമ്പോൾ ലാഭമുണ്ടോ? അങ്ങനെ ലാഭമൊന്നുമില്ല. പിന്നെ നമുക്ക് മുട്ട കഴിഞ്ഞ് കറച്ച് കഴിയുമ്പോൾ പിന്നെ അത് ഇറച്ചിക്ക് ഉപയോഗമാകും. ഓക്കെ. അതുകൊണ്ട് വളർത്തുന്നതല്ലേ ഉള്ളൂ. ഇപ്പം എങ്ങനെ ഫീഡിന് എങ്ങനെ വില? അത് ഇപ്പം ഫീഡ് ലെയറിന് കിലോയ്ക്ക് 34 രൂപ. ഓക്കെ ഓക്കെ. ഗോദ്രേജിൻ്റെത്. ഓക്കെ. സാർ ഇപ്പോൾ എത്ര വർഷം കൊണ്ട് കോഴി വളർത്തുന്നുണ്ട്? കോഴി സ്ഥിരമായിട്ടുണ്ടാവും. പഴയ കൂടാണല്ലേ ഇത്? അത് കൂട് പഴയതാണ്. ഓക്കെ.